നോമ്പെടുത്തിട്ടുള്ള ഡിഗ്രി ഫ്രണ്ട്സിന്റെ കൂടെയുള്ള നോമ്പുതുറയും നാട്ടിലെ വിശേഷങ്ങൾ ഉൾപ്പെടുന്ന ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വ്ളോഗ് ലൈക്ക് ചെയ്യുക, വ്ളോഗ് മുഴുവനായിട്ട് കാണുക. അങ്ങനെ പുലർച്ചെ എണീറ്റ് സമയം നോക്കിയപ്പോൾ 4:30 കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നിക്ക് നോമ്പാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുലർച്ചയ്ക്ക് തന്നെ കറണ്ട് പോയിട്ടാണ് ഇവിടെ. ഒരു വീട്ടിലും കറണ്ട് ഇല്ല. അങ്ങനെ കുറച്ചു നേരം മാനത്തൊക്കെ നോക്കി നിന്ന് പിന്നെ പല്ല് തേച്ച് അത്താഴം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കറണ്ട് പോയിട്ടാണെങ്കിലും ഒരു 4 മണിക്കൂറൊക്കെ കത്തുന്ന ബൾബിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പോണത്. അങ്ങനെ സ്റ്റൗ ഒക്കെ കത്തിച്ച് തലേ ദിവസം സെറ്റാക്കിയ മാവെടുത്ത് ദോശ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നിട്ടോ. അല്ലെങ്കിൽ ആവശ്യത്തിന് ഈ കറണ്ട് എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ നടക്കാൻ പോവാണ്. ഡെയിലി വീട്ടിലായതുകൊണ്ട് ഓടാൻ പോവാറുണ്ട്. എന്നപ്പോ ഓടിയാൽ ശരിയാവില്ല. ഈ ഷൂ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വാങ്ങിയതാണ്. ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ BSNLന്റെ ടവർ. കണിക്കൊന്ന പൂത്തുക്കണ കണ്ടപ്പോഴാണ് മനസ്സിലായത് അടുത്ത മാസം വിഷു ആണെന്ന്. ഇത്ര പെട്ടെന്നല്ലേ ഓരോരോ മാസങ്ങൾ കഴിഞ്ഞു പോണത്. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് താഴത്തെ കണ്ണംകുണ്ടിലുള്ള പള്ളി. രാവിലെ നിസ്കാര സമയത്ത് ഇവിടെ കുറെ വണ്ടികളുണ്ടാവും. അങ്ങനെ ഞങ്ങളെ കണ്ണംകുണ്ടുപോയിലെത്തി. ഈ ഒരു കോസ്വേ പാലം വരാൻ വേണ്ടി ഇത്ര കാലമായി അറിയോ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഇക്കൊല്ലെങ്കിൽ വന്നാൽ മതിയായിരുന്നു. പുഴയുടെ അടുത്താണ് ഇരിക്കാനും ഊഞ്ഞാലാടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഊഞ്ഞാലല്ലാതെ 2 സൈഡിൽ ഇരിക്കാൻ പറ്റുന്ന ഈ ഊഞ്ഞാലും കൂടി ഉണ്ട് ഇവിടെ. അങ്ങനെ രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പേപ്പർ വായിക്കാണ്. ഇപ്പൊ സമയം എങ്ങനെ പോകുന്നു ചിന്തിച്ച് കുറച്ചു നേരം അങ്ങോട്ട് ഉറങ്ങി. എണീറ്റിട്ട് ഇവിടുത്തെ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇപ്പം ഡ്രസ്സും കൂടെ അയൺ ചെയ്തു. അങ്ങനെപ്പോ ഞാൻ നോമ്പോക്കി പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി ഇറങ്ങിയിട്ടാണ്. ഇപ്പൊ കൂട്ടുകാരന്റെ വണ്ടിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് സ്ഥലത്തെത്തി നോമ്പൊക്കെ തുറന്ന് കുറച്ചു നേരം അവിടെ ഫോട്ടോസ് എടുത്ത് സംസാരിച്ചിരുന്നു. അതിനുശേഷം നെസ്റ്റോയിൽ പോയി ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആയ കുമ്പായ കൊമ്പൂച്ച കുടിച്ച് പിന്നീട് വീട്ടിലെത്തി. അപ്പൊ അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.